ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ്. അരുൺ പാറാട്ട് വിവരങ്ങൾ നൽകും. ദുബായിൽ നിന്ന് അരുൺ, എന്താണ് ഇക്കാര്യത്തിൽ കമ്പനി നൽകുന്ന വിശദീകരണം? ഈ ആരോപണങ്ങൾ, ഈ പരാതികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കുമല്ലോ സതീഷിനെതിരെ കമ്പനി ഈ നടപടിയെടുത്തതല്ലേ? തീർച്ചയായും വിജയകുമാർ, അതുതന്നെയാണ് കമ്പനിയിൽ പറയുന്നത്. അതുലിയുടെ ബന്ധുക്കൾ നൽകിയ പരാതി ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിതീഷിന്റെ നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് ഈ ഒരു നടപടിയിലേക്ക് കമ്പനി ഇപ്പോൾ പോയിരിക്കുന്നതെന്ന് തന്നെയാണ് കമ്പനി ഇന്ന് പറയുന്നത്. ഇന്ന് രാവിലെയാണ് കമ്പനി രേഖാമൂലം ഈ ഒരു കത്ത് ഇപ്പോൾ സതീഷിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അതുല്യയുടെ അനിയത്തിയെയും ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അതുല്യയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ പരാതിപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ആരോപിച്ചിരുന്നു. അതായത് ഈ സ്ഥിരമായി മദ്യപിക്കുകയാണ്, ജോലിയിലടക്കം പോകാറില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇത് കമ്പനി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇദ്ദേഹം കുറേ ദിവസങ്ങളോളം ലീവ് എടുക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നതടക്കം കമ്പനി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കമ്പനി ഇദ്ദേഹത്തെ ജോലിയിൽ നിന്നും തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യൻ കോൺസുലേറ്റ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതാണ്. ഈ കോൺസുലേറ്റ് ഭർത്താവ് സതീഷിനെ കോൺസുലേറ്റിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഒരു കോൺസുലേറ്റ് അദ്ദേഹത്തെ വിളിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ ഭാര്യയെ, ഈ അതുല്യയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതുല്യ ഈ ഭർത്താവ് സതീഷിന്റെ വിസയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതടക്കമുള്ള നടപടികൾക്ക് ഇദ്ദേഹത്തിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട്. അത് എടുക്കുക. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സതീഷിന്റെ ഭാഗവും ഈ വിഷയത്തിൽ കോൺസുലേറ്റ് കേൾക്കേണ്ടതുണ്ട്. ഇതിനായി കോൺസുലേറ്റിലേക്ക് ഇപ്പോൾ സതീഷിനെ വിളിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതുല്യയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരണത്തിന് എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ, അതുണ്ടെങ്കിൽ തുടർ നടപടിയിലേക്ക് ഏത് രീതിയിൽ പോകുമെന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഈ അതുല്യയുടെ കുടുംബാംഗങ്ങൾ ഇന്നിപ്പോൾ ഷാർജ പോലീസിനെയും കാണുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയാണ് ഇതിന് ഈ അതുല്യയുടെ കുടുംബത്തിന് എല്ലാ സഹായം നൽകി വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിൽ അതുല്യയുടെ കുടുംബം എത്തിയിരുന്നു. ഇപ്പോൾ ഉടൻ തന്നെ ഷാർജ പോലീസിൽ പരാതി നൽകുമെന്നും കോൺസുലേറ്റിലേക്ക് പോകുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു ഈ സതീഷ്. അയാളെ പിരിച്ചുവിട്ടു എന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റ് സതീഷിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വിശദീകരണം തേടാനും ഒക്കെയാണ്, തുടർ നടപടികൾക്കൊക്കെയാണ് കോൺസുലേറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.